നജീബ് ചാലാടാന്ന്. കണ്ണൂർ ചാലക്കയത്തെ സൈറ്റിലെ ഷീറ്റ് വർക്ക് ഫിനിഷ് ആയിട്ടുണ്ട്. ഒരു ചെറിയൊരു പോർച്ചിൻ്റെ വർക്കാണ്. ഏകദേശം 370 സ്ക്വയർ ഫീറ്റാണ് ഈ ഒരു പോർച്ച് വരുന്നത്. അത് വർക്ക് ഏരിയയും കൂടി കൂട്ടിയിട്ടത് കൊണ്ടാണ് ഇത്രയും സ്ക്വയർ ഫീറ്റ് വരുന്നത്. പിന്നെ ഇവിടെ നമ്മൾ യൂസ് ചെയ്ത ഷീറ്റ് ഗ്ലാഡിംഗ് ഷീറ്റാണ്. അതായത് പല മെറ്റീരിയൽ ഉപയോഗിച്ചിട്ട് പോർച്ച് അടിക്കുന്നുണ്ട്. പോളികാർബൺ ഷീറ്റ്, അല്ലെങ്കിൽ സാധാ നോർമൽ ഓട്, അല്ലെങ്കിൽ സെറാമിക് ഓട്, അങ്ങനെ പല മെറ്റീരിയൽ പല ഡിസൈനിൽ അടിക്കുന്നുണ്ട്. ഇവിടെ ഉപയോഗിച്ച മെറ്റീരിയൽ നമ്മൾ സാധാരണ റൗണ്ട് തൂണൊക്കെയാണ് ഇടുന്നത്. ഇത് ഫ്രണ്ട് ഏരിയ ആയതുകൊണ്ട് തന്നെ സ്ക്വയർ തൂണാണ് ഇട്ടിട്ടുള്ളത്. 3x3 സ്ക്വയർ തൂണും അതിൻ്റെ മുകളിലെ ബീമും 3x3 തന്നെയാണ്. പിന്നെ ഫ്രണ്ടിലൊരു ബോർഡർ കൊടുത്തിട്ടുണ്ട്. 3x1 പൈപ്പിനെ കൊണ്ട് അത് നേരെ ഡബിളാക്കി അടിച്ചിട്ട് ചെറിയൊരു ബെൻഡും കൊടുത്തിട്ടുണ്ട്. ആ ബെൻഡ് കൊടുക്കാനുള്ള കാരണം ഈ വീട് ഒരു ഗൾഫ് സ്റ്റൈൽ വീടാണ്. അതുകൊണ്ട് തന്നെ എല്ലാ സൺഷെയ്ഡിൻ്റെ അടുത്തും സൺഷെയ്ഡ് ഇല്ലാണ്ട് തന്നെയാണ് ഭൂരിഭാഗവും വാർത്തിട്ടുള്ളത്. അപ്പോൾ അവിടെയൊക്കെ ചെറിയൊരു ബെൻഡ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഷീറ്റിൻ്റെ ചെറിയ ബെൻഡ് വേണമെന്ന് പറഞ്ഞത്. അത് മെറ്റീരിയലെല്ലാം എടുത്തതിന് ശേഷം പറഞ്ഞത് കൊണ്ട് തന്നെ നമ്മൾ കട്ട് ചെയ്തിട്ട് ബെൻഡാക്കുകയാണ് ചെയ്തത്. പിന്നെ 2.5 സ്ക്വയർ പൈപ്പിനെ കൊണ്ട് ബീമും 1.25 പൈപ്പിനെ കൊണ്ടും പെർലിങ്ങും ഇട്ടിട്ടുണ്ട്. സ്ക്വയർ പാത്തിയാണ് 6 ഇഞ്ച്. അതേപോലെ തന്നെ ഗ്ലാഡിംഗ് ഷീറ്റ്, അതായത് 1 ഇഞ്ച് റിഡ്ജും 1 ഇഞ്ച് ഫ്ലാറ്റും വരുന്ന രീതിയിലാണ് ഷീറ്റ്. പല രീതിയിൽ ഗ്ലാഡിംഗ് ഷീറ്റ് വരുന്നുണ്ട്. സാധാരണ നോർമൽ ഷീറ്റാണെങ്കിൽ നമുക്ക് 1 ഇഞ്ച് ഹൈറ്റിൽ കട്ട് വരും. ഇതിന് ഒരു 1/4 ഇഞ്ച് ആ ലെവലിലേ കട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ കാണാൻ നല്ല ഭംഗിയായിരിക്കും. എമൗണ്ടും കുറവായിരിക്കും. നമ്മൾ പോളികാർബൺ ഷീറ്റോടൊക്കെ അടിക്കുന്നതിൻ്റെ 1/3 ഭാഗം മാത്രമാണ് ഈ ഒരു പോർച്ചാക്കാൻ വേണ്ടിയിട്ട്. ഇതിനെ കൊണ്ട് പോർച്ചാക്കുമ്പോൾ നമുക്ക് എമൗണ്ട് വരുന്നുള്ളൂ. ഇതിൻ്റെ ടോപ്പ് ഭാഗവും കാണുമ്പോൾ നല്ല ഫിനിഷിംഗ് ആണ്. ചെറിയ ചെറിയ കട്ടായതുകൊണ്ട് തന്നെ കാണാൻ നല്ല നീറ്റായിരിക്കും. അപ്പോൾ എമൗണ്ട് കുറഞ്ഞ രീതിയിലാണ് പോർച്ച് ഉദ്ദേശിക്കുന്നുണ്ട് എങ്കിൽ ഈ ഒരു ഷീറ്റ് ഇട്ടിട്ട് നിങ്ങൾക്ക് അടിക്കാൻ വേണ്ടി പറ്റും. പിന്നെ ഗ്യാരണ്ടി കാര്യങ്ങളൊന്നും ഈ ഷീറ്റിന് പറയുന്നില്ല. ഇത് കവറിങ്ങിന്, അതേപോലെ നമ്മളെ മെയിൻ ബോർഡൊക്കെ അടിക്കുമ്പോൾ ഒക്കെ യൂസ് ചെയ്യുന്ന ഷീറ്റാണ്. അതുകൊണ്ട് ഗ്യാരണ്ടി കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ഷീറ്റിനൊന്നും. പിന്നെ കാണാൻ നല്ല നീറ്റ്, എമൗണ്ട് കുറഞ്ഞ രീതിയിൽ പോർച്ചൊക്കെ അടിക്കുന്നുണ്ടെങ്കിൽ ഈ ഷീറ്റ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കാം. ഈ വർക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ 7000 റുപ്യ വർക്കിംഗ് ചാർജാണ് വാങ്ങിയത്. ഇതിൻ്റെ കൂടെ തന്നെ ചെറിയ ചെറിയ 2-3 വർക്കും കൂടി ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് 7000 റുപ്യാണ് ഞാൻ ഈ വർക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഫുള്ളായിട്ട് എമൗണ്ട് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ വർക്കിൻ്റെ എമൗണ്ടിൻ്റെ പൈസയൊക്കെ കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട്. പറയാതിരിക്കുന്നത് മറ്റുള്ളവർ അത് കുറഞ്ഞു പോയി എന്നുള്ള ലെവലിൽ സംസാരിക്കുന്നത് കൊണ്ടാണ്. ഇവിടെ 370 സ്ക്വയർ ഫീറ്റ് വെച്ച് കൂട്ടുമ്പോൾ 7500 റുപ്യ വരുന്നുണ്ട്. പിന്നെ ഇവിടെ ഏകദേശം ഫുൾ വർക്ക് ഞാൻ തന്നെയാണ് എടുത്തത്. പിന്നെ അതേമാതിരി തന്നെ എന്ത് വർക്ക് ഉണ്ടെങ്കിലും ഇവർ എന്നെയാണ് കോൺടാക്റ്റ് ചെയ്യൽ. ഞാൻ വർക്കിൻ്റെ പൈസ കൂടുതലും പറയാറില്ല. എന്നാലും ഇവിടെ എനിക്ക് 2-3 എക്സ്ട്രാ വർക്കൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഞാൻ എന്നിട്ടും 7000 റുപ്യാണ് കൂലി വാങ്ങിയത്.